നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിനെതിരായ 2020 പരമ്പരയിലെ നാണംകെട്ട തിരിച്ചടികൾക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വണ്ടർകിഡ് വൈഭവ് സൂര്യവംശിയെ ചുറ്റിപ്പറ്റി പുകഞ്ഞുയർന്ന വിവാദങ്ങൾക്കിപ്പോൾ കനത്തൊരു തടയിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ. 15 വയസ്സുകാരൻ വിസ്മയത്തെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ വൻ ആരാധകരോഷം അഴിച്ചുവിട്ടപ്പോൾ അതിന്റെ മറവിൽ മലയാളി താരം സഞ്ജു സാംസണെയും യുവ വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മയെയും വീണ്ടും ടീമിൽ നിന്ന് വെട്ടിനിരത്താൻ നോക്കിയ കപട ലോബികളുടെ മുഖമടച്ച് കനത്ത പ്രഹരമാണ് അശ്വിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയ്ക്ക് അവസരം ലഭിച്ചാൽ സഞ്ജു സാംസണിന്റെയോ അഭിഷേക് ശർമ്മയുടെയോ സ്ഥാനം അപകടത്തിലാകുമെന്നും അതുകൊണ്ട് മാനേജ്മെന്റ് ബോധപൂർവം അവഗണിക്കുകയാണെന്നും പറഞ്ഞ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചില അന്ധമായ സഞ്ജു വിരോധികൾ വൻ അജണ്ടകളാണ് പടച്ചുവിട്ടത്. എന്നാൽ ഈ വ്യാജ കഥകളുടെയെല്ലാം നട്ടെല്ലൊടിച്ചുകൊണ്ട് അശ്വിൻ നേരിട്ട് രംഗത്തെത്തിയതോടെ വടക്കൻ ലോബികളുടെ ചതുരംഗ കളി പാളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11-ലേക്ക് വെറുതെ ആകാശത്തു നിന്ന് പൊട്ടിവീണവരല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും തകർപ്പൻ പ്രകടനങ്ങളിലൂടെയും തങ്ങളുടെ സ്ഥാനം അർഹതയോടെ നേടിയെടുത്തവരാണ് എന്ന് അശ്വിൻ അടിവരയിട്ട് പറയുന്നു. കേവലം ഹൈപ്പിന്റെ പേരിൽ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കാൻ വേണ്ടി ചോര നീരാക്കി റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജുവിനെയോ അഭിഷേകിനെയോ മാറ്റി നിർത്തുന്നത് അങ്ങേയറ്റം ക്രൂരവും നെറികേടുമാണെന്നാണ് അശ്വിൻ തുറന്നടിച്ചിരിക്കുന്നത്. എന്താണ് അശ്വിൻ നടത്തിയ ആ കണ്ണു തുറപ്പിക്കുന്ന വെളിപ്പെടുത്തൽ? വണ്ടർകിഡിന്റെ പേരിൽ സഞ്ജുവിനെ ഒതുക്കാൻ നോക്കിയവരുടെ കപടതന്ത്രങ്ങൾ എങ്ങനെയാണ് അശ്വിൻ പൊളിച്ചടക്കിയത്? സ്പോർട്സ് പിച്ചിന്റെ മാസ് ഇൻസൈഡ് ടാക്ടിക്കൽ വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിനു മുന്നിൽ വെച്ച ആ കനത്ത യാഥാർത്ഥ്യത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വെറുതെ വിഴുപ്പലക്കുന്ന അൽപ്പന്മാരെ പോലെയല്ല അശ്വിൻ. ക്രിക്കറ്റിന്റെ ഓരോ തന്ത്രങ്ങളും നിയമങ്ങളും കൃത്യമായി പഠിച്ച ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ നെറികേടുകളെ ഭയമില്ലാതെ തുറന്നു പറയാൻ മടിയില്ലാത്ത വിപ്ലവകാരിയാണ് അശ്വിൻ. അദ്ദേഹം വ്യക്തമാക്കുന്നത് വളരെ ലളിതമാണ്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇന്ത്യൻ ടീമിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെയും ദയ കൊണ്ടുണ്ടായതല്ല, മറിച്ച് അവരുടെ സോളിഡ് പ്രകടനങ്ങൾ കൊണ്ട് മാത്രമാണ്. മലയാളി താരം സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും IPL-ലും എത്രയോ വർഷങ്ങളായി കഠിനമായ മത്സരങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ ആ മാസ് ഏകദിന സെഞ്ചുറിയും 2020 ലോകകപ്പ് കിരീട വിജയവുമെല്ലാം സഞ്ജു എന്ന പ്രതിഭയുടെ അർഹതയ്ക്കുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും സിക്സറുകളുടെ വൻമഴ പെയ്യിച്ച് ബോളിംഗ് നിരകളെ തച്ചുടച്ചിട്ടാണ് അഭിഷേക് ശർമ്മ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഇത്തരത്തിൽ തങ്ങളുടെ ചോരയും നീരും നൽകി ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിച്ച ഈ രണ്ട് വമ്പൻ മാച്ച് വിന്നർമാരെ കേവലം ഒരു പരമ്പരയിലെ പരാജയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പുതിയൊരു കുട്ടിയെ പരീക്ഷിക്കാൻ വേണ്ടി ടീമിൽ നിന്ന് മാറ്റാൻ നോക്കുന്നത് ക്രിക്കറ്റ് നീതിയല്ല എന്ന് അശ്വിൻ പറയുമ്പോൾ കത്തുന്നത് സഞ്ജുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ കാത്തിരിക്കുന്ന കപട ക്രിക്കറ്റ് നിരീക്ഷകരുടെ നെഞ്ചാണ്. 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു അസാധാരണ പ്രതിഭയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ ആ കുട്ടി കാണിക്കുന്ന പക്വതയും റൺവേട്ടയും ഭാരതത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നതിന്റെ തെളിവാണ്. അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡോഷേറ്റ് പറഞ്ഞതുപോലെ അവൻ ഏറ്റവും ഉയർന്ന തലത്തിൽ കളിക്കാൻ സാങ്കേതികമായി സജ്ജനുമായിരിക്കാം. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു കളി മാത്രമല്ല, അതിന് കനത്ത മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് വേണം. അശ്വിൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ വശമുണ്ട്. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അനാവശ്യമായ മാധ്യമ ഹൈപ്പുകൾ നൽകി ഇന്ത്യൻ ടീമിലെ ഫോമിലുള്ള മറ്റ് സീനിയർ താരങ്ങളെ പുറത്താക്കിക്കൊണ്ട് ടീമിലേക്ക് പ്രതിഷ്ഠിച്ചാൽ അത് ആ കുട്ടിയുടെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിക്കും. ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ അവൻ പരാജയപ്പെട്ടാൽ ഇതേ സോഷ്യൽ മീഡിയ അവനെ വലിച്ചു കീറാൻ തുടങ്ങും. അതുകൊണ്ട് വൈഭവിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അവന് ആവശ്യമായ പരിചയസമ്പത്തും മാനസികമായ പക്വതയും നൽകുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ സഞ്ജു സാംസണിനെയോ അഭിഷേക് ശർമ്മയെയോ പോലെയുള്ള പ്രൂവൻ മാച്ച് വിന്നർമാരെ ബലിമൃഗങ്ങളാക്കിക്കൊണ്ട് വൈഭവിനെ ടീമിൽ കുത്തി നിറയ്ക്കാൻ നോക്കുന്നത് അങ്ങേയറ്റം അനീതിയാണ് എന്ന് അശ്വിൻ തുറന്നടിക്കുമ്പോൾ
അത് ഇന്ത്യൻ സെലക്ടർമാർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. നമുക്ക് ഈ വിവാദത്തിന് പിന്നിലെ ആ കറുത്ത അജണ്ടയിലേക്ക് വരാം. അയർലൻഡിനെതിരെയുള്ള കളിയിൽ ഇന്ത്യ തോറ്റപ്പോൾ മുതൽ ചില വടക്കൻ ലോബികൾ കാത്തിരിക്കുകയായിരുന്നു സഞ്ജുവിനെ എങ്ങനെ കുറ്റപ്പെടുത്താമെന്ന് നോക്കി. സഞ്ജുവിനെ വിക്കറ്റ് കീപ്പിംഗിൽ നിന്ന് മാറ്റിയതും വൈഭവ് സൂര്യവംശിയെ ബെഞ്ചിലിരുത്തിയതുമെല്ലാം സഞ്ജുവിന്റെയും അഭിഷേകിന്റെയും സ്വാധീനം കാരണമാണെന്ന തരത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. സഞ്ജുവിനെ കണ്ട് സീനിയർ താരങ്ങൾക്ക് അസൂയയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ അശ്വിൻ എന്ന ഇതിഹാസ താരം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതോടെ ആ കപട ലോബികളുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. ടീമിനുള്ളിൽ യാതൊരുവിധ അസൂയയോ അരക്ഷിതാവസ്ഥയോ ഇല്ല എന്ന് വ്യക്തമാക്കിയ അശ്വിൻ, സഞ്ജുവും അഭിഷേകും അർഹതപ്പെട്ട അവസരങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വിദേശ കണ്ടീഷനുകളിൽ കളിക്കുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. എന്നാൽ അതിന്റെ പേരിൽ ഒരു 15 വയസ്സുകാരനെ ഓപ്പണറാക്കി ഇറക്കി സഞ്ജുവിനെ 5-ാം നമ്പറിലേക്കോ 6-ാം നമ്പറിലേക്കോ മാറ്റണമെന്ന് പറയുന്ന ആരാധകരുടെ തന്ത്രങ്ങൾ വെറും ബാലിശമാണ്. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ലോങ് റൺ നൽകുമെന്ന് മാനേജ്മെന്റും കോച്ചിംഗ് സ്റ്റാഫും ഉറപ്പു നൽകിയിട്ടുള്ള സ്ഥിതിക്ക് വൈഭവിന്റെ പേര് പറഞ്ഞ് സഞ്ജുവിനെ ഒതുക്കാൻ നോക്കിയവരുടെ കളി ഇവിടെ അവസാനിക്കുകയാണ്. ക്രിക്കറ്റിനെ കേവലം വികാരത്തോടെയല്ല, മറിച്ച് കൃത്യമായ ലോജിക്കോടെയാണ് കാണേണ്ടത് എന്ന് അശ്വിൻ തന്റെ വാക്കുകളിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വിദേശ മണ്ണിൽ കളിക്കുമ്പോൾ ടാക്ടിക്കൽ അച്ചടക്കമില്ലായ്മയാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് എന്ന് നമ്മൾ മുൻപ് വിശകലനം ചെയ്തതാണ്. പിച്ചിന്റെ കണ്ടീഷൻസും കാറ്റിന്റെ ദിശയും മനസ്സിലാക്കാതെ കളിച്ചതാണ് തോൽവിക്ക് കാരണം. അതിനെയെല്ലാം മറികടക്കാൻ കൃത്യമായ അനുഭവ സമ്പത്തുള്ള കളിക്കാർ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തങ്ങളുടെ സാങ്കേതികമായ പാളിച്ചകൾ തിരുത്തി അടുത്ത മത്സരങ്ങളിൽ ശക്തമായി തിരിച്ചുവരാൻ കെൽപ്പുള്ളവരാണ്. തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ വരും മത്സരങ്ങളിൽ വലിയ സ്കോറുകളാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. അല്ലാതെ ടീമിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തി പരീക്ഷണങ്ങൾ നടത്തുന്നത് ടീമിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്ന് അശ്വിൻ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. വൈഭവ് സൂര്യവംശിയുടെ സമയം വരും. അവൻ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കേണ്ട താരം തന്നെയാണ്. പക്ഷേ അത് സഞ്ജുവിന്റെയോ അഭിഷേകിന്റെയോ കരിയർ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത്. അർഹതയുള്ളവനെ ബഹുമാനിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുമ്പോഴാണ് ഒരു ടീം ശക്തമാകുന്നത്. ഗൗതം ഗംഭീറും ടീം മാനേജ്മെന്റും അശ്വിന്റെ ഈ ഒരു ക്രിക്കറ്റിംഗ് ലോജിക്കിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയെയും മാറ്റിക്കൊണ്ട് വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കുന്നത് അങ്ങേയറ്റം അനീതിയാണ് എന്ന രവിചന്ദ്രൻ അശ്വിന്റെ ഈ മാസ് പ്രതികരണത്തോട് നിങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? വണ്ടർ കിഡിന്റെ പേര് പറഞ്ഞ് സഞ്ജുവിനെ ഒതുക്കാൻ നോക്കിയ വടക്കൻ ലോബികളുടെ അജണ്ടകളെ അശ്വിൻ പൊളിച്ചടുക്കിയതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വരും മത്സരങ്ങളിൽ സഞ്ജുവിന്റെയും അഭിഷേകിന്റെയും വമ്പൻ തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഞ്ജുവിനെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകരിലും ഈ കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യം എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ ടാക്ടിക്കൽ വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.